ഈ നമ്മൾ പറയുന്നത് കേരളത്തേക്കാൾ പുരോഗമനം കുറഞ്ഞ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ ഗുജറാത്തിൽ, യു പിയിൽ ഇവിടെയൊക്കെ വനിതാ മുഖ്യമന്ത്രിമാർ വന്നു, ബംഗാളിൽ വന്നു, എല്ലായിടത്തും ഇപ്പോൾ ഉമാഭാരതി, സുഷമ സ്വരാജ്, ജയലളിത, ബംഗാളിൽ മമത. കേരളത്തിലേക്ക് വരുമ്പോഴേക്കും അങ്ങനെ ഒരു മുഖം നമുക്കില്ല എന്നുള്ളതാണ്. അല്ല, അത് കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിൻ്റെ പ്രശ്നമാണത്. അതിപ്പോൾ രാഷ്ട്രീയം മാത്രം നമ്മളതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്ന ഏർപ്പാടുണ്ടാവില്ലല്ലോ. അതായത് കേരളത്തിലെ പൊതുസമൂഹം തോൽപ്പിക്കുന്നതാണ് അർത്ഥം. പൊതുസമൂഹമാണ് ഇപ്പോൾ പൊതുസമൂഹമാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്ന പൊതുസമൂഹത്തെ തന്നെയാണ്. നമ്മളെപ്പോഴും പൊതുസമൂഹം എന്ന് പറയുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും ഇതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം 72, 74, 76 വരെ പോളിംഗ് പെർസെൻറ്റേജ് ഉള്ളൊരു സംസ്ഥാനമാണ്. നാഷണൽ ആവറേജ് നോക്കിയാൽ പോലും എത്രയോ മുകളിലാണ്. ഇത്രയധികം ശതമാനം ആളുകൾ വോട്ട് ചെയ്യുന്ന സമൂഹത്തിൽ പൊതുസമൂഹത്തിന് വ്യത്യസ്തമാണ് രാഷ്ട്രീയ നേതൃത്വം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൊതുസമൂഹം തന്നെയാണ് പ്രശ്നം. അതൊരു സാമുദായിക ഘടനയുടെ പ്രശ്നമുണ്ട്. സാമുദായിക ഘടനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില കണക്കുകൾ പരിശോധിച്ചാൽ അത് ശരിയാണ്. പക്ഷെ അത് പറയുമ്പോൾ ഇത് സാമുദായിക പ്രശ്നമായി മാറും. അതായത് 1996 മുതൽ 2021 വരെ മുസ്ലിം ലീഗ് 2 വനിതകളെ സ്ഥാനാർത്ഥി, ഖമറുന്നീസ മുർബിന, ഒരു മണ്ഡലത്തിൽ രണ്ടുപേരും തോറ്റു. കോഴിക്കോട് സൗത്ത് ലീഗ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ സ്ത്രീകൾ വരുമ്പോഴേക്കും പരാജയപ്പെടുകയാണ്. അതെ, അത് പരാജയപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണങ്ങൾക്ക് ഉപരി ലീഗിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം, ഒരു ജനാധിപത്യ പ്രസ്ഥാനം കൈക്കല കൊണ്ട് പോലും തൊടില്ല പെണ്ണുങ്ങളെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ എന്ന് പറയുന്ന ഒരു സമീപനം 30 വർഷമായിട്ടാണ്. 30 വർഷമായിട്ട്, അതായത് ശരാശരി 15-18 വരെയാണ് ഇവരുടെ ശരാശരി അംഗബലം. ശരാശരി 17 MLA-മാരെ, അതായത് CPM കഴിഞ്ഞാൽ CPI കഴിഞ്ഞാൽ CPIക്ക് 17, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കക്ഷിയാണ് കേരളത്തിലെ. അവർ കഴിഞ്ഞ 30 വർഷമായിട്ട് വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്ന 2 പേരെ നിർത്തി തോൽപ്പിച്ചെടുത്തതാണ്. ഇതാണ്. അപ്പം നമ്മളതിൽ സമുദായത്തിൻ്റെ ഘടകം പറയുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും. ചിലപ്പം അത് പറയുമ്പോൾ സാമുദായിക പ്രശ്നമായി മാറും, അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രശ്നമായിട്ടൊക്കെ മാറും. അതല്ലേ ഇതിൻ്റെ അപകടം കേരളത്തിൻ്റെ. ഈ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു തിരുത്ത്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമ്മൾ ഒരു വേറിട്ട് കാണുന്നതുകൊണ്ട് വേണമെങ്കിൽ ഒരു തിരുത്ത് കൊണ്ടുവരാൻ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ട് ശൈല ടീച്ചർക്ക് മാത്രം ഒരു എക്സംഷൻ കൊടുക്കണം? 5 തവണ അവർ മത്സരിച്ചില്ലേ, അവർ മന്ത്രിയായില്ലേ, അവർ പലതവണ MLA ആയില്ലേ, കേന്ദ്ര കമ്മിറ്റി അംഗമായില്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ വേണമെങ്കിൽ. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ബോധപൂർവം അവർ വളരെ ഡെലിബറേറ്റായി ഞങ്ങൾക്കൊരു നേതാവ് വനിതയിരിക്കട്ടെ. ഇപ്പോൾ പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആവണം, പിണറായി വിജയനാവും. പക്ഷേ പ്രതിപക്ഷത്തേക്കാണ് LDF പോകുന്നതെങ്കിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് വരട്ടെ. അങ്ങനെ ഡെലിബറേറ്റ്ലി തീരുമാനിക്കാം CPM-ന്. അപ്പോൾ സുരക്ഷിത മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അത് ശരിയാണ്. നമുക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതിൻ്റെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം, നമ്മൾ നേരത്തെ സംസാരിച്ച പൊതുസമൂഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രശ്നവും രാഷ്ട്രീയ പാർട്ടികളിൽ പുരുഷ നേതൃത്വത്തിൻ്റെ പ്രശ്നവും മാറ്റി നിർത്തിയാൽ മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഉള്ളിലുണ്ട്. അതായത് CPM പരമ്പരാഗതമായിട്ട് CPM കാലാകാലങ്ങളായി കൊണ്ടു നടക്കുന്ന, ഞങ്ങളാണ് പുരോഗമനത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആളുകൾ, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് സമൂഹത്തിന് ഗുണകരം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിനെ പ്രബലപ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്. അത് ഇവരുടെ സംഘടനയാണ്, സംഘടനാ തത്വങ്ങളാണ്. അപ്പോൾ സംഘടന വലുതാണ് എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ഈ സംഘടനയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സംഘടനയ്ക്ക് പുറത്തുള്ളവർ വേണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചാൽ മതി. ആ ഒരു നിലപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ശൈലജ ടീച്ചർക്കോ ഏതെങ്കിലും വനിതാ സ്ഥാനാർത്ഥിക്കോ നേതാവിനോ കൂടുതൽ അവസരങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ കുടുങ്ങി. CPM കൊടുക്കില്ല. കാരണം അപ്പോൾ CPM സംഘടനാ തത്വം എടുത്തിടും. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം പറയും. അതപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ പാർട്ടിയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി വളർന്നു വരുന്നൊരു നേതാവിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തവണ മന്ത്രിയായ സമയത്ത് അവർ സ്വന്തം എന്ന രീതിയിൽ ഒരു ലീഡർഷിപ്പ് തെളിയിക്കാൻ അവർക്ക് സാധിച്ചു. പാർട്ടിക്കുപരിയായി ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു ഭരണ നേതൃത്വം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അവർക്ക് സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. അതിൻ്റെ ആനുകൂല്യത്തിൽ കൂടിയാണ് ഇത്തവണ അധികാരത്തിൽ വരുന്നത്. ഒരു തുടർ ഭരണത്തിൻ്റെ ഒരു ഫാക്ടർ ശൈല ടീച്ചറും ആരോഗ്യവകുപ്പും തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും പാർട്ടിക്കും LDF-നും കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിഗണന അർഹിക്കുന്ന ഒരു നേതാവായിരുന്നു ശൈല ടീച്ചർ എന്ന് തോന്നുന്നില്ലേ? അത് രഞ്ജിത്ത്, ഇപ്പോൾ ഐഷ പോറ്റിക്ക് എന്താ സംഭവിച്ചത്? ഐഷ പോറ്റിയുടെ മണ്ഡലം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ബാലകൃഷ്ണ പിള്ളയുടെ മണ്ഡലം. ജയൻ കില്ലറായിട്ടാണ് അവർ വരുന്നത്. അവർ
അവരുടെ ടേമുകൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ സത്യത്തിൽ പാർട്ടിക്ക് തന്നെ പുറത്തായി. അപ്പോൾ എന്താ ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു CPM-ൻ്റെ സംഘടനാ രീതി അനുസരിച്ച് അല്ലെങ്കിൽ പാർലമെൻ്ററി രീതി അനുസരിച്ചിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം അതാത് MLA-മാർക്കോ മന്ത്രിമാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പാർട്ടിയേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ പാർട്ടിയെ ഞാൻ വിജയത്തിലേക്ക് നയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് ഈ സംഘടനാ തത്വമായിട്ട് ഏറ്റുമുട്ടും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ മറ്റു മന്ത്രിമാർ ഇത്രയും പെർഫോം ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അതിൽ വരും. കാരണം 2016 മന്ത്രിസഭയിൽ ഇപ്പോൾ ശൈലജ ടീച്ചറാണ് 2021 ജയം കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക് അടക്കമുള്ള ഒരുപാട് മന്ത്രിമാർ ഇതിന് പറ്റിയവരല്ല എന്നും കൂടി. കോവിഡ് കാലത്ത് ശൈലജ ടീച്ചർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ട്. കാരണം അത് കേട്ടിട്ടാണ് നമ്മൾ മുൻകരുതൽ എടുത്തിരുന്നത്. ആ വാർത്താ സമ്മേളനം പിന്നീട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണെന്നുള്ള ഗോസിപ്പുകൾ അതിനിടയിൽ വരികയും ചെയ്തു. ആ വാർത്താ സമ്മേളനം ഉണ്ടാക്കിയ ഒരു ഇമേജ് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ജനറസ് ആയിട്ട് സംസാരിക്കുന്നു, ആളുകൾക്ക് മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല മൃഗങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കുന്നു. അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഇമേജ് അങ്ങനെ KK ശൈലജയ്ക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നിടത്തുണ്ട് ഈ പറയുന്ന പാർട്ടിയിലെ ലീഡർഷിപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ലീഡർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ രഞ്ജിത്ത്, അതിലെന്താ വെച്ചാൽ ഇപ്പം ഈ സംഘടനയുടെ ഒരു ഘടനയുണ്ട് ഇതിൽ. ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, PB തൊട്ട് താഴേക്ക് ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ളത്. ശൈലജ ടീച്ചർ വളരെ കാലമായിട്ട് കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരാളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് PB-യിലേക്ക് പോയിട്ട് ഒരാളേ ഉള്ളൂ, ഗോവിന്ദ മാഷ്. ഒരു പക്ഷേ ഈ പലരുടെയും ജൂനിയറായിട്ട് തന്നെ. പക്ഷെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് എലവേഷൻ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടി ഘടനയനുസരിച്ചിട്ട് ശൈലജ ടീച്ചറുടെ എത്രയോ മുകളിലാണ് പിണറായി വിജയൻ. വെച്ചാൽ ശൈലജ ടീച്ചറോട് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസം പാർട്ടി പിണറായിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സംഘടനാപരമായ അംഗീകാരത്തിൻ്റെ പ്രശ്നമാണത്. അപ്പം അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അത് ശൈലജയേക്കാൾ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പാർട്ടിയിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കാണുന്നു പാർട്ടി തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഭരണം തീരുമാനിച്ചു കഴിഞ്ഞാൽ. നേരത്തെ വന്ന പ്രശ്നമുണ്ട്, നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്കൊന്നും പറയാനില്ല അതിൽ. അല്ല, അതേ പ്രശ്നം തന്നെയാണ് പിണറായിക്ക് ബദൽ, അല്ലെങ്കിൽ പിണറായിക്ക് പകരം ഒരാൾ തൽക്കാലം വേണ്ടതില്ല എന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ മട്ടന്നൂരിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. അതിന് നമ്മളിപ്പോൾ ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ ആ ഒരു സംഗതിയിൽ തീരുമാനമാകുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ CPM-ൻ്റെ ഘടന അനുസരിച്ചിട്ട് നമ്മളത് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ആ നമ്മൾ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ഇല്ല എന്ന് സ്ഥാപിച്ചിട്ടാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിന് വോട്ട് ചെയ്യാം. കേരളത്തോട് അവരാവശ്യപ്പെടുന്ന ഇതാണ്, ഈ തീരുമാനത്തിന് വേണമെങ്കിൽ. അല്ല, ആ തീരുമാനത്തിന്, പാർട്ടി തീരുമാനത്തിന് ബദലായി അല്ലെങ്കിൽ അതിനെതിരെ നിന്നവരുണ്ട്. KR ഗൗരിയമ്മ അതിനെതിരെ സമരം ചെയ്ത് പുറത്തു വന്ന ആളാണ്. അങ്ങനെ പുറത്തു വന്ന് അവരുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോകാം രഞ്ജിത്ത്, വിഷയം ഇപ്പം സുധാകരന് വരെ പുറത്തു പോയിക്കൂടെ? അതെ, പാർട്ടി അതിൽ തീരെ വ്യാകുലപ്പെടുന്നേ ഇല്ല. പുറത്തു പോകേണ്ടവർക്ക് പുറത്തു പോകാം. അതിന് പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ സംഘടന ആണ് വലുത്. സംഘടന എവിടെ ഉണ്ടെങ്കിലേ ബാക്കി പരിപാടിയൊക്കെ നടക്കും. അപ്പം ഒരു വ്യക്തി ആരാണെങ്കിലും അവരാകെ ആ കാര്യത്തിൽ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് നടത്തി എന്ന് പറയുന്നത് VS-ൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതിൽ പല ഘടകങ്ങളുണ്ട്. കാരണം VS ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. പല കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇതേവരെ പാർട്ടി അങ്ങനെ ഒരു വിട്ടുവീഴ്ച. ഗൗരിയമ്മ പോയത് എന്തിനാണ്? ഗൗരിയമ്മ പോകുന്നു, പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, നിയമസഭയിൽ വരുന്നു. പക്ഷേ അവസാനം ആ വർഷങ്ങളിൽ ഒരു ചർച്ച നടത്തി എന്നൊരു പ്രതീതി ഉണ്ടാക്കി. പക്ഷേ ഗൗരിയമ്മയ്ക്ക് പോകാനും പറ്റില്ല, ഗൗരവം എടുക്കാനും പറ്റില്ല CPM. അതാണ് CPM. നമ്മൾ കേരളം കേട്ട ഏറ്റവും ഒരു വഞ്ചനാപരമായ മുദ്രാവാക്യം അല്ലേ, കേരളം തിങ്ങും, കേരളം നാട്, KR ഗൗരി ഭരിച്ചിടും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി നമ്മൾ ഈ പെരിഫറലായിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പാർട്ടിയിൽ ജാതി ഉണ്ടായിരുന്നോ, സമുദായം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ അടിസ്ഥാന വർഗം, വർക്കിംഗ് ക്ലാസ് എന്നെല്ലാം പറയുമ്പോൾ പോലും പാർട്ടിക്ക് മുഖ്യമന്ത്രിമാരുണ്ടായവരുടെ പേരുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ വേറെ ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ വിരോധം എന്ന് പറഞ്ഞതുപോലെ തന്നെ ജാതിയുണ്ട്, കേരളത്തിലുണ്ട്. ഗൗരിയമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജാതിയുണ്ട്. അത് VS ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്.